Okay, aldehydes, ketones, and carboxylic acids. One of my most ഇപ്പോൾ എന്താ നമ്മൾ ഏറ്റവും എല്ലാ തരം പ്രത്യേകതകളും ഇല്ലൊരു ചാപ്റ്റർ കൂടിയാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇല്ല ചാപ്റ്ററാണ്. പിന്നെ ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് ഇല്ല ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ നെയിംഡ് റിയാക്ഷൻസ് ഇല്ല ചാപ്റ്ററാണ്. എല്ലാം കൊണ്ടൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. സോ ലെറ്റ്സ് സീ വാട്ട് യു ഹാവ് ഗോട്ട്. ഓക്കെ, ഇതിലെ നെയിംഡ് റിയാക്ഷൻസ് ഏതായാലും നോക്കാം. റോസൻമൺ റിഡക്ഷൻ, സ്റ്റീഫൻ റിഡക്ഷൻ, ഹെത്താർഡ് റിയാക്ഷൻ, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ, ഹെൽ വോൾഹാർഡ് സിലിൻസ്കി റിയാക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ, കെന്നിസാറോ റിയാക്ഷൻ. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ഓൾ ദീസ് റിയാക്ഷൻസ്. ഓക്കെ, നമ്മളിതിൽ ഈ പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ കാർബണൈൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അതായത് കാർബണൈൽ ഗ്രൂപ്പ്, അതിൽ നമ്മൾ ഈ സി ഡബിൾ ബോണ്ടോ, ഇതാണ് നമ്മൾ ആക്ച്വലി കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത തരം എന്താണ് ടൈപ്സാണ് ഇതിലിപ്പം കൊടുത്തില്ല. അതിലുണ്ട് എന്താണ് ഈ പറയുന്ന ആൽഡിഹൈഡ് ഉണ്ട്, കീറ്റോൺ ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, എസൈൽ ഹലൈഡ് ഉണ്ട്, അമൈഡ് ഉണ്ട്, എസ്റ്റർ ഉണ്ട്, ആസിഡ് ആൻഡൈഡ്. ദീസ് ആർ ഓൾ എന്താണ് ഫോളിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്. കാരണം ഈ പറയുന്ന എല്ലാ കോമ്പൗണ്ടിലും ഈ സി ഡബിൾ ബോണ്ട് ഓ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിർബന്ധമായിട്ട് അതിലുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കാർബണൈൽ ഗ്രൂപ്പ് എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ നമ്മളെല്ലാ ചാപ്റ്ററിലും ഓർഗാനിക്കിനെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫസ്റ്റിൻ്റെ പ്രിപ്പറേഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതെന്താണ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഇതിൽ ആദ്യത്തെ മെത്തേഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് ആൽക്കോഹോൾ. ബേസിക്കലി ഞാൻ ഏതൊരു ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ആൽക്കോഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടും. അതിനെ പിന്നെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയായത്. ഒരു പ്രൈമറി ആൽക്കഹോൾ എടുത്ത് RCH2OH ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻസ് പലതും ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, RCH എന്ന് പറയുന്നത് നമ്മൾ ആൽഡിഹൈഡ് കിട്ടും. ഒരു സെക്കൻഡറി ആൽക്കഹോൾ എടുത്താൽ എന്താ സ്ഥിതി, R2CHOH എടുത്തു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് R2C ഡബിൾ ബോണ്ടോ. എന്ത് കിട്ടി, ഒരു കീറ്റോൺ അവിടെ കിട്ടിയിരിക്കുന്നത്. അത് വ്യത്യാസം മനസ്സിലാക്കുക. പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗിവ്സ് ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗിവ്സ് കീറ്റോൺ. അതൊരു കഥ. ഓസോണോളിസിസ്, അത് നമ്മളെ ഈ പറയുന്ന എന്താണ് മുൻപേ കണ്ടൊരു റിയാക്ഷൻ കൂടിയാണ്. നമ്മൾ ഈ ഓസോണോളിസിസ് നമ്മളെവിടെയാണ് പഠിക്കുന്നത്, +1 തന്നെ ഈ സംഭവം ശരിക്കും കാണുന്നത്. +1 എവിടെ പഠിക്കുന്നുണ്ട്, ഹൈഡ്രോ കാർബൺസിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഈ ആൽക്കീൻസിനെ നമ്മൾ ഓസോണായിട്ട് ട്രീറ്റ് ചെയ്ത്, ഏത് O3. അപ്പോൾ എന്തുണ്ടായി, ഓസോണൈഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടായി. ഇനിയിപ്പോൾ ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളെ ടീച്ചർ ഇങ്ങനെയായിരുന്നു പഠിപ്പിക്കൽ. ഇതിങ്ങനെ ഒരു വര വരയ്ക്കും. ഒരു മിനിറ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. വര ഇങ്ങനെ ഒരു വര വരയ്ക്കുക. വേണ്ട, അത് ഒരു ശരിയാവുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു വര വരയ്ക്കുക, ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ചെയ്തു. ഇതിപ്പോൾ എന്താ ഉള്ളത്, CH2O. എന്താണ് ആക്ച്വലി അത് എന്താണ്, HCHO ആണ്. CH2 എന്ന് പറയുമ്പോൾ HCH ആയിട്ടല്ല നമ്മൾ കൂട്ടുക, നമ്മളെ ഫോർമാൽഡിഹൈഡ്. ഇതേപോലെ ഈ CH2 എന്ന് പറയുന്നത് HCHO. അപ്പോൾ നമുക്ക് 2 മോളിക്യൂൾ എന്ത് കിട്ടി, ഫോർമാൽഡിഹൈഡ് കിട്ടി. ബേസിക്കലി ഇറ്റ്സ് എൻ ആൽഡിഹൈഡ്. ഈ പറയുന്ന ഓക്സിജൻ ഒരു നേസൻ്റ് ഓക്സിജനായിട്ട് അത് റിയാക്റ്റ് ആയിട്ട് വേറെവിടേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, പിന്നെ നമ്മൾ ഈ പറയുന്ന ഓസോണൈഡിനെ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം, Zn,H2O വാട്ടറും സിങ്കും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഓസോണോളിസിസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നത്, ഒരു ആൽഡിഹൈഡ് കിട്ടുന്നത്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ചിലപ്പോൾ ആൽഡിഹൈഡ് എന്താണ് ഈവൺ നമ്പർ, ഓഡ് നമ്പറിൽ ആൽഡിഹൈഡെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഈ പറയുന്ന ഈ റിയാക്റ്റൻ്റ് എടുക്കുന്ന പോലെ ആയിരിക്കും. ഇതിപ്പോൾ ഈതീൻ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, 2 മോളിക്യൂൾ ഓഫ് ഫോർമാൽഡിഹൈഡ് കിട്ടി. അതാണ് ഇപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഓസോണോളിസിസ്. പക്ഷേ പെണ്ണിന് ചെറിയ വിഷയം ഉണ്ടല്ലോ. ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ ടു കീറ്റോൺ, ഇതാ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ വേറൊരു വ്യത്യസ്ത തരം. ഇതായത് ഇവിടെ ഇപ്പോൾ ഡബിൾ ബോണ്ട് ആയില്ലത്, CH3 ഡബിൾ ബോണ്ട് CH. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്കലി
ഈ പറയുന്ന ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക. ഓസോണോളിസിസിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഓക്സിജൻ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചത്, CH3C ഇവിടെ ഒരു ഓക്സിജൻ അല്ലേ, ആ ഓക്സിജനും ചേർന്നിട്ട് എന്തായി, CH3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, കീറ്റോൺ നമുക്ക് കിട്ടി. ഇവിടെ ഒരു ആൽഡിഹൈഡ് കിട്ടുന്നുണ്ട് സമ്മതിച്ചു, പക്ഷേ എന്ത് കിട്ടി, നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു കീറ്റോൺ കൂടി കിട്ടി. സോ എന്താണ് ഇവിടെ രണ്ടിൻ്റെയും പറയുന്നുണ്ട്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ബോത്ത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് പ്രിപ്പറേഷൻ. അടുത്ത ഏതാ, മര്യാദയ്ക്ക് പെന്ന് നീങ്ങാത്തതുകൊണ്ട്. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്. ആൽക്കീൻസിനെ പറ്റി പറഞ്ഞ, ആൽക്കീൻസിനെ നമ്മൾ ഓസോണോലിസിസിലൂടെയാണ് ആൽഡിഹൈഡും മറ്റേ കീറ്റോണൊക്കെ ആക്കി മാറ്റുന്നത്. ഈ ആൽക്കൈൻസിന് എന്താ ചെയ്യുക, ആൽക്കൈൻസിലേക്ക് നമ്മൾ എന്താണ് HOH വാട്ടർ ആഡ് ചെയ്ത്, ബേസിക്കലി ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ എഡീഷൻ ആണല്ലോ. പിന്നെ എന്തെല്ലാം HgSO4 H2SO4. ഈ പറയുന്ന രണ്ട് എന്താണ് റിയേജൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈനോൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് കിട്ടും. ഇത് ആക്ച്വലി ഈനോൾ എന്ത് ചെയ്യും, ഐസോമറൈസ്, ഇത് ഇങ്ങോട്ട് ഈ ഹൈഡ്രജനൊക്കെ താഴെ വന്ന് ഇത് മുകളിൽ പോയി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ തന്നെ തിരിച്ചും പറഞ്ഞ് കളിച്ചിട്ട് അവസാനം ഈ ഐസോമറൈസേഷൻ ബേസിക്കലി റീഅറേഞ്ച്മെൻ്റ് ആണ്. ഈ റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് ഇത് എന്തായിട്ട് മാറും, CH3CHO ബേസിക്കലി എത്തനാളായിട്ട് മാറും. അതാണ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ചും കൂടി അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക, ഈത്തൈൻ ഓൺ ഹൈഡ്രേഷൻ. ഈത്തൈന് നമ്മൾ ആ 2 കാർബണില്ല ആൽക്കൈനാണ് ഈതൈൻ എന്ന് പറയുക. ഈതൈൻ ഓൺ ഹൈഡ്രേഷൻ ഗീവ്സ് എത്തനാൾ വൈൽ ഓൾ അതർ ആൽക്കൈൻസ് ഗീവ് കീറ്റോൺസ്. ഇതിൽ ഞാൻ ഇപ്പോൾ എന്താ കാണിച്ചിരിക്കുന്നത്, ഇത് പ്രൊപ്പൈൻ. നമ്മൾ ഈതൈനിൽ മാത്രമോ ഈ ഹൈഡ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ കിട്ടുക, എത്തനാൾ എന്ന് പറയുന്ന ആൽഡിഹൈഡ് കിട്ടും. പക്ഷേ അതിന് ശേഷമില്ല പ്രൊപ്പൈന്, ബ്യൂട്ടൈന്, വെറുതെ പെൻഡൈന്, ഹെക്സൈൻ, ഇതൊക്കെ എന്താ തരുക, എന്താണ് ആ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ സീരീസിന് ശേഷമില്ല ബാക്കി എല്ലാ ആൽക്കൈൻസും എന്ത് തരും, ഒരു കീറ്റോൺ ആയിരിക്കും തരിക. അതിൻ്റെ ഒരു നമ്മൾ സെയിം ഇത് തന്നെ Hg2+, H+ എന്ന് പറയുമ്പോൾ നമ്മൾ അതേ HgSO4 H2SO4 ആണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ്, ഈനോൾ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ്, അത് പിന്നെ ഐസോമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കീറ്റോണായിട്ട് മാറി. അപ്പോൾ അതാണ് നിങ്ങൾ അതിൽ ഓർമ്മിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെയിംഡ് റിയാക്ഷൻസ്. നെയിംഡ് റിയാക്ഷൻ 1, റോസൻമൺ റിഡക്ഷൻ. ഒരു ആസിഡ് ക്ലോറൈഡ് എടുത്ത് RCOCl, ഇവിടെ കാർബണൈൽ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ. ഇതിൽ എന്ത് ചെയ്ത് നമ്മളിത് റിഡക്ഷൻ അവിടെ നടക്കുന്നത്, ഹൈഡ്രജൻ, പലേഡിയം, പിന്നെന്താ ബേരിയം സൾഫേറ്റ് BSO4 എന്താണ് പോയിസൺഡ് കാറ്റലിസ്റ്റ്. അതായത് ഇതിൽ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട്, ഭയങ്കര വിഷമായിട്ടില്ല, നമ്മൾ നല്ല ടോക്സിക് ആയിട്ടുള്ള ഒരു പോയിസൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഈ പോയിസൺ കാരണമല്ല, ഈ പറയുന്ന ഈ ഒരു റിയേജൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡ് ക്ലോറൈഡ് എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും, ഒരു ആൽഡിഹൈഡായിട്ട് റെഡ്യൂസ് ചെയ്യും. പ്ലസ് വി ഗെറ്റ് NHCl ആസ് എ ബൈ പ്രോഡക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്ത് കിട്ടുന്നുണ്ട്, ആസിഡ് ക്ലോറൈഡിനെ നമ്മൾ എന്താക്കി മാറ്റുവാണ്, ആൽഡിഹൈഡാക്കി മാറ്റുവാണ്. നിങ്ങൾ BaSO4, പോയിസൺ, ഹൈഡ്രജൻ, ആസിഡ് ക്ലോറൈഡ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നേരെ ഒന്നും നോക്കാണ്ട് അത് റോസൻമൺ റിയാക്ഷൻ ആണ് എന്നുള്ളത് റിഡക്ഷൻ ആണെന്നില്ല മനസ്സിലായിക്കോളാം. കിട്ടുന്ന പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആയിരിക്കും. ബേസിക്കലി ഇങ്ങനെ എക്സ്പ്ലെയിൻ റോസൻമൺ റിഡക്ഷൻ എന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരുമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആസിഡ് ക്ലോറൈഡ് ഒന്ന് തരും, ഒരു CH3COCl എന്ന് പറഞ്ഞിട്ട് തരും, മുകളിൽ എന്താണ് യാറോൻ്റെ മുകളിൽ എന്തുണ്ടാവും, ബേരിയം സൾഫേറ്റും ഉണ്ടാവും, പിന്നെ താഴെ പോയിസൺ ഉണ്ടാവും. ഒന്നും നോക്കണം, നേരെ അതെന്ത് ചെയ്യും, ആ COCl എന്നുള്ള പാട്ട് നേരെ CHO എന്ന് പറഞ്ഞ പാട്ടാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് എന്തായിട്ട് ആൽഡിഹൈഡ് കിട്ടുന്നത്. നൈസ് റിയാക്ഷൻ. അടുത്ത് എനിക്ക് തോന്നുന്ന ഒരു റിഡക്ഷൻ തന്നെയാണ്, അതായത് ഒരു നൈട്രിൽ ഗ്രൂപ്പിലേക്ക് നമ്മളിവിടെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് റിഡ്യൂസിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്ത്, പിന്നെ ടിന്ന് ക്ലോറൈഡ് SnCl2 പിന്നെ HCl പിന്നെ ഒരു ഈതറും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഒരു മീഡിയമായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ CH3CH, ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് എന്താവും, ഡബിൾ ബോണ്ടായിട്ട് മാറും. പിന്നെ ഇവിടെ ഒരു NH വരും, ഒരു മിനിറ്റ്, NH വരും. ഓക്കെ, ഈ കോമ്പൗണ്ടിന് നമ്മളിപ്പോൾ ഈ കിട്ടിയ കോമ്പൗണ്ടിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഒരു ആസിഡ് മീഡിയത്തിൻ്റെ ഇടയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു അസറ്റൈൽഡിഹൈഡ് ആയിട്ടില്ല ഒരു ആൽഡിഹൈഡ് കിട്ടും. പ്ലസ് വി ഗെറ്റ് NH4Cl. അപ്പോൾ RC എന്ന് പറയുന്നത് എന്താണ്, നൈട്രൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ബേസിക്കലി സ്റ്റീഫൻ റിഡക്ഷൻ എന്താ ചെയ്യുന്നത്, ഒരു കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ആൽഡിഹൈഡാക്കി മാറ്റുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതൊന്ന് എന്താണ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ RCN
ടിൻ എന്താണ്, അതായത് SnCl2HCl, നേരെ പോയിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ആൽഡിഹൈഡ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് സ്റ്റീഫൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ യൂസിങ് ഡിബാലെച്ച്. നമ്മളെ നൈട്രൈൽ തന്നെ, പക്ഷേ നമ്മളിവിടെ പിന്നെയും എന്താണ് റിയേജൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. RCN നൈട്രൈൽ ഗ്രൂപ്പ് N, RC ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഡിബാലെച്ച് എന്താണ് അതിൻ്റെ എന്തോ ഒരു കറക്റ്റ് പേരും ഓർമ്മയില്ല, പക്ഷേ എന്തോ ഒരു വലിയൊരു പേരാണ്. അതിനെ ജസ്റ്റ് ചുരുക്കിയിട്ട് നമ്മളൊരു ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്ന ഈ ഡിബാലെച്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. പിന്നെ H+ എന്ന് പറയുമ്പോൾ ആസിഡ് മീഡിയം. നമുക്ക് എന്ത് കിട്ടും, RCHO, C ഡബിൾ ബോണ്ട് എന്ന് പറയുന്ന ആൽഡിഹൈഡ് കിട്ടും ബേസിക്കലി റിഡക്ഷൻ യൂസിങ് ഡിബാലെച്ച്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിബാലെച്ചും റിഡക്ഷൻ്റെ എന്താണ് പ്രോസസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എന്താണ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അടുത്ത നെയിംഡ് റിയാക്ഷൻ തന്നെ തേർഡ് വൺ, നമ്മൾ കളിയിൽ മൂന്നാമത്തെ ആളെത്തി. ഇതിപ്പോൾ ആരാ, CH3, നമ്മളെ ബെൻസീൻ റിങ്ങിനോട് CH3 ടൊളുവിന്. ഇവിടെ 2 സ്റ്റെപ്പാണ് നടക്കുന്നത്, പക്ഷേ ഞാൻ ഈ 2 സ്റ്റെപ്പിന് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ ആറോൻ്റെ നമ്മൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ താഴെ കാണുന്ന സെക്കൻഡ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പിലാണ്. ഇതിൻ്റെ നടുക്കിലൊരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, പക്ഷേ അത് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് 1, 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എന്ത് ചെയ്യാം, ക്രോമിയം എന്താണ് CrO2Cl2 പിന്നെ CCl4. ഓക്കെ, ഈ 2 റിയേജൻസുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് വാട്ടറും H+ മീഡിയ ആസിഡ് മീഡിയ നമുക്ക് എന്ത് കിട്ടും, ബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്ന നമ്മളെ ഈ പറയുന്ന നമ്മളെ ബെൻസീൻ റിങ്ങിനോട് CH2 ഗ്രൂപ്പ് വരും. ദാറ്റ്സ് ബേസിക്കലി എ തേർഡ് റിയാക്ഷൻ. ഇതിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കാനില്ലെന്ന ഈ നെയിംഡ് റിയാക്ഷൻസിൻ്റെ എല്ലാം പ്രത്യേകത, റിയേജൻ്റ് ആരാന്നുള്ളത് അറിയണോ, ഇതിൻ്റെ എന്താണ് നമ്മളെ റിയേജൻസ് ആരൊക്കെയാണെന്നില്ല അറിയണം, ഫൈനൽ പ്രോഡക്റ്റ് ആരായിരിക്കും എന്നെല്ലാം അറിയണം. ഈ 3 കാര്യങ്ങൾ അറിയുമെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇതറിയണം. സൈഡ് ചെയിൻ ക്ലോറിനേഷൻ പ്ലസ് ഹൈഡ്രോളിസിസ് ഓഫ് ടൊളുയിൻ. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ടൊളുയിൻ തന്നെ സംഭവിച്ചു. ഇത് CH3 നമ്മളെ ബെൻസീൻ റിങ്ങിനോട് CH3 നമ്മളെ ക്ലോറിൻ എടുത്ത് പിന്നെ എന്ത് HNO എന്ന് പറയുന്നത് സൺലൈറ്റിൽ വെച്ച് നമുക്ക് എന്ത് കിട്ടി, ബെൻസാൾ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതായത് ഈ CH3 എന്നുള്ളത് CHCl2 ആക്ച്വലി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു ഹൈഡ്രജൻ പോയിട്ട് നമ്മളെ ക്ലോറിൻ കയറി വന്ന് CHCl2, അതായത് അല്ല ഓക്കെ ഒരു CH അല്ല ഒരു ഹൈഡ്രജൻ അല്ല 2 ഹൈഡ്രജൻ പോയിട്ട് എന്ത് കയറി വന്ന്, 2 ക്ലോറിൻ കയറി വന്ന്. പിന്നെ എന്ത് ചെയ്ത് ഇതിനെ ചൂടാക്കുകയും പ്ലസ് ഹൈഡ്രോളൈസ് ചെയ്ത് വാട്ടർ ആഡ് ചെയ്ത്. ഹൈഡ്രോളൈസ് മീൻസ് ബേസിക്കലി ആഡിങ് വാട്ടർ. എന്തായിട്ട് പറയും, ഈ ടേം HCl2 എന്ന് പറയുന്ന ടേം, HCl എന്ന് പറയുന്നൊരു ടേം ഉണ്ടാവും ഇവിടെ. അത് പോയിട്ട് ഇവിടെ എന്ത് വരും, ബേസിക്കലി HCl ഇവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവും. നമുക്ക് എന്ത് കിട്ടി, ബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്ന CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് കിട്ടി. സോ ദാറ്റ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഓഫ് ടൊളുയിൻ ഇൻറ്റു എന്താണ് ബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്ന റിയാക്ഷൻ ആയത്. ഇതൊക്കെ ബേസിക്കലി കുറേ റിയാക്ഷൻസ് ആണ്. ഓ നോ ദിസ് പെൻ. ഓക്കെ, അടുത്ത നെയിംഡ് റിയാക്ഷൻ. ഓക്കെ, ഇതെന്താണ്, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, കിരീടമണിയിക്കൽ റിയാക്ഷൻ കൂടിയത്. അതായത് നമ്മളെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ എന്താണ് എന്താണ് കിരീടം അണിയിക്കുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയേജൻസ് എന്തല്ല, കാർബൺ മൊണോക്സൈഡ് HCl, അലൂമിനിയം ക്ലോറൈഡ്, എന്താണ് കോപ്പർ ക്ലോറൈഡ്. ഒന്നിക്കിൽ ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക, അതായത് സ്ലാഷ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ട്സ് ഈ റിയേജൻസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നതാണ് ബെൻസാൾഡിഹൈഡ്. ബേസിക്കലി ജസ്റ്റ് നമ്മളൊരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ CHO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ഒരു കിരീടം അണിയിക്കൽ എന്ന് പറയുന്നത്. ഗെറ്റർമാൻ കോച്ച് മീൻസ് കിരീടം അണിയിക്കുക. യു ആർ മേക്കിംഗ് ദ ക്രൗൺ ഓഫ് ബെൻസീൻ എന്താണ് CHO ഓൺ ദ ഹെഡ് ഓഫ് നമ്മളെ ബെൻസീൻ റിങ്. അതാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. കീറ്റോൺസ് ഫ്രം നൈട്രൈൽസ്. ഓക്കെ, ഇത് RCN. ഓക്കെ, നൈട്രൈൽസ് ആറ്റ് ഗ്രിഗ്നാർഡ് റിയേജൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഗീവ്സ് കീറ്റോൺ. നമ്മൾ എന്ത് ചെയ്ത് ഈ നൈട്രൈൽസിലേക്ക് RMgX, ഇത് നമ്മൾ പരിചയപ്പെട്ട ആളാണല്ലോ, നമ്മളെ പരിചയമില്ല ഒരാളാണല്ലോ. RMgX എന്ന് പറയുന്നത് ഗ്രിഗ്നാർഡ് റിയേജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ച, CR പിന്നെ ഡബിൾ ബോണ്ട്, ഈ ട്രിപ്പിൾ ബോണ്ട് പിന്നെയും ബ്രേക്കായി ഡബിൾ ബോണ്ട് വന്ന് NMgX എന്ന് പറയുന്ന കോമ്പൗണ്ട് വന്ന് പിന്നെ ഇതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്ത് H3O+ എന്ന് പറയുന്ന വാട്ടർ ആഡ് ചെയ്ത് എന്തായി മാറി, RC ഡബിൾ ബോണ്ടോ R, ബേസിക്കലി ഒരു കീറ്റോണ് കിട്ടി. അപ്പോൾ ഇതാണ് എന്താണ് നൈട്രൈൽസിന് ഗ്രിഗ്നാർഡ് റിയേജൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് എന്ത് കിട്ടുന്നത്, കീറ്റോണ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിൻ്റെ എനിക്ക് തോന്നുന്ന പ്രിപ്പറേഷൻ മെത്തേഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആൽഡിഹൈഡും കീറ്റോണിൻ്റെ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ചിട്ടാണ് പഠിക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞ ചാപ്റ്റേഴ്സിലില്ല പോലെ ആൽക്കഹോൾസ്, അതിൻ്റെ പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻ, പിന്നെ ഫീനോൾ അങ്ങനെയല്ല പഠിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഈ പാഠത്തിലെ പ്രത്യേകത ആൽഡിഹൈഡും കീറ്റോണും ക്ലബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡും അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വരുന്നതാണ് ന്യൂക്ലിയോഫിലിക് എഡീഷൻ റിയാക്ഷൻ. അതിൽ തന്നെ സബ് കാറ്റഗറി 1 എഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്. നമ്മൾ സി ഡബിൾ ബോണ്ടോ, ഇത് ബേസിക്കലി എന്താണ്, ഒരു ആൽഡിഹൈഡായിട്ട് കൂട്ടാം. ആൽഡിഹൈഡിലേക്ക് HCN, ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന എച്ചും സയനൈഡ് എന്ന് പറയുമ്പോൾ CN ഗ്രൂപ്പ്. നമുക്കറിയാമല്ലോ H+ ആണ്, CN- ആണ്. ബേസിക്കലി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊരു ഒരു കോവാലൻ ബോണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ച്, നമ്മൾ ഈ ഒരു കാർബണിലേക്ക് ഈ CN കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്ത്, ബേസിക്കലി ഒരു ന്യൂക്ലിയോ ഫൈലാണല്ലോ, കാരണം നെഗറ്റീവ് ചാർജ് ആണല്ലോ നമ്മളെ ന്യൂക്ലിയോ ഫൈലിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് ചാർജ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് കാർബണിനോട് അറ്റാച്ച് ചെയ്ത്, പിന്നെ നമ്മൾ ഈ പറയുന്ന ഓൻ്റെ മുകളിൽ ആര് വന്ന്, നമ്മളെ ഹൈഡ്രജൻ വന്ന്, പിന്നെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായി. ബേസിക്കലി എന്ത് കിട്ടി, CN, പിന്നെ ഇവിടെ OH കിട്ടി. ഇത് ബേസിക്കലി ജസ്റ്റ് ന്യൂക്ലിയോ ഫൈല് അറ്റാച്ച് ചെയ്യുവാണ്. എഡീഷൻ എന്ന് വെച്ചാൽ അതിലേക്ക് ചേർക്കപ്പെടുവാണ്. ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കുമെന്നല്ല പറയാം. അതെങ്ങനെ, ഇനിയും കുറേ റിയാക്ഷൻസിലുണ്ട് എന്ന് തോന്നുന്നു. എഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈഡ്. കാർബൺ നമ്മളെ കീറ്റോണ്. NaHSO3നെയാണ് നമ്മൾ ഈ സോഡിയം ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. ഇതിൽ സോഡിയത്തിൻ്റെ ഉണ്ട്, ഹൈഡ്രജൻ്റെ H ഉണ്ട്, സൾഫൈഡിൻ്റെ SO3- ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന SO3- ഒരു പാർട്ട്, NaH ഒരു പാർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് പാർട്ട് കാർബണിനോട് അറ്റാച്ച് ചെയ്ത്, പിന്നെ നമ്മളെ പോസിറ്റീവ് പാർട്ട് ഓക്സിജനിലെ മുകളിൽ അറ്റാച്ച് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് വന്ന്, ഇവിടെ ONA എന്നുള്ളത് വന്ന്, ഓക്കെ, SO3H ആയിരുന്നു നമ്മൾ ഈ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്, Na+ ആണ് പോസിറ്റീവ് പാർട്ട്, പ്ലസ് പാർട്ട്. അപ്പോൾ ഇവിടെ എന്ത് വന്ന്, ഈ SO3H എന്നുള്ളത് നമ്മളെ കാർബണിൻ്റെ മുകളിൽ വന്ന് നെഗറ്റീവ് പാർട്ട് ആയിട്ട് ഓക്സിജൻ്റെ കൂടെ പോസിറ്റീവായിട്ടുള്ള നൈട്രജൻ വന്ന്, നൈട്രജൻ എന്ന് പറയുന്നത് നമ്മളെ സോഡിയം വന്ന്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഈ പറയുന്ന ഹൈഡ്രജന് താഴേക്ക് ഇറങ്ങും, പിന്നെ ഈ പറയുന്ന, ഞാൻ പിന്നെ നൈട്രജൻ എന്നാണല്ലോ പറയുന്നത്, ഈ പറയുന്ന സോഡിയം എന്ത് ചെയ്യും, മുകളിലേക്ക് പോവും. പ്രോട്ടോൺ ട്രാൻസ്ഫർ എന്നതിനെ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പ്രോട്ടോൺ ട്രാൻസ്ഫർ വഴി SO3Na വരും, പിന്നെ ഇവിടെ ഒരു OH വരും. അതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ് RMgX, ഇതിപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യമായി കാണുന്നത്, നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജനെ കിട്ടി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ ഈ പറയുന്ന ഇതാണ് R. അപ്പോൾ അതവിടെ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യും. നമ്മളിപ്പോൾ ഇല്ല പോലെ കാർബണിനോട് അറ്റാച്ച് ചെയ്യും. നമ്മളെ MgX ഇപ്പോൾ പ്ലസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായി, ഇവിടെ OMgX ആയി മാറി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് H2 ആഡ് ചെയ്തപ്പോൾ ഈ OMgXൻ്റെ ഇവിടെ ഈ പാർട്ടിൽ ഒരു കട്ടിങ്, അവിടെ ഒരു ബ്രേക്ക് നടന്നിട്ട് ഈ ഓക്സിജൻ്റെ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. പിന്നെ അതേപോലെ ഈ H2നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം OH- അല്ലേ കിട്ടും, H+, പിന്നെ OH-. അപ്പോൾ OH- MgXൻ്റെ അടുത്തേക്ക് വന്ന് ഈ ഹൈഡ്രജൻ അവിടെ പോയി H+ ഓക്സിജൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ എന്തായി മാറി, MgOH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അത് ഇതാക്കപ്പെട്ട്, അപ്പോൾ അതേപോലെ എന്ത് കിട്ടി, CrOH എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് ഫൈനലി കിട്ടി. ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവസാനം മാറിപ്പോയി. അതാണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. എഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അതിന് മുമ്പ് ഞാൻ വെള്ളം കുടിക്കട്ടെ, അല്ലെങ്കിൽ മിക്കവാറും എൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, ഇതിൽ അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിൽ ഇതിൽ തന്നെ കുറേ സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിപ്പോൾ എന്താണ്, കാർബണൈൽ ഗ്രൂപ്പ് NH2Z അമോണിയ. ഈ പറയുന്ന കാർബണിനോട് NHZ എന്ന് പറയുന്ന പാർട്ട് വന്ന്, പിന്നെ നമ്മളെ ഹൈഡ്രജൻ പാർട്ട് ഓക്സിജൻ്റെ അടുത്തേക്ക് പോയി.
എന്താണ് പിന്നെ ഇവിടെ വാട്ടർ റിമൂവ് ആയിട്ട്, അതായത് ഈ ഹൈലൈറ്റ് ചെയ്ത പാർട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു എച്ചും ഒ എച്ചും കൂടി എന്തായി മാറി, വാട്ടറായിട്ട് പുറത്തേക്ക് പോയി. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ പിന്നെ എന്തായി മാറി, ഇവിടെ സി ഡബിൾ ബോണ്ട്, കാരണം നമ്മൾ ഹൈഡ്രജൻ പോകുന്ന സമയത്ത് ഒരു എലിമിനേഷൻ പോലെയാണല്ലോ. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വന്ന് NH Z എന്ന് പറയുന്ന Z ക്യാൻ ബി എനിത്തിങ്, Z ക്യാൻ ബി Z എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കുന്നത്. ആ ഡെറിവേറ്റീവിൽ ഏതും വരാം, അത് നമ്മൾ മുന്നോട്ട് കാണാൻ പോകുന്നതല്ലോ. അപ്പോൾ അതാണ് ബേസിക്കലി ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇനി എനിക്ക് തോന്നുന്നത് കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എഡീഷൻ ഓഫ് അമോണിയ. എഡീഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത് NH3. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത്, ഇപ്പോൾ ഈ കാർബണൈൽ ഗ്രൂപ്പിലേക്ക് NH3 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമുക്ക് NH എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടി. അതേപോലെ എമീൻ എന്ന് പറയുമ്പോൾ RNH2 എന്ന് പറയുന്നതാണ് നമ്മളെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാർബണൈൽ ഗ്രൂപ്പിലേക്ക് RNH2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് C ഡബിൾ ബോണ്ടോ NR എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇനി ഇതിൻ്റെ അതർ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അടുത്തതാണ് അഡീഷൻ ഓഫ് ഹൈഡ്രോക്സിലമീൻ. ഇതൊക്കെ എന്താണ്, നമ്മൾ അമോണിയൻ്റെ വ്യത്യസ്തമായ ഡെറിവേറ്റീവ്സ്. അതായത് അമോണിയയിൽ നിന്ന് തന്നെ എന്താണ് ഉണ്ടായി വരുന്ന ഓരോരോ തരം കോമ്പൗണ്ടുകളായത്. അതായത് അതിൻ്റെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു കോമ്പൗണ്ട്, വേറെ ഗ്രൂപ്പെല്ലാം വരുന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് പറയുക. ഇതിപ്പോൾ എങ്ങനെയാണ്, ഹൈഡ്രോക്സിലമീൻ എന്ന് പറയുമ്പോൾ NH2OH ആണ്. കാരണം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് OH ആടെയുണ്ട്. C ഡബിൾ ബോണ്ടോ NH2OH വരുന്ന സമയത്ത്, സ്ക്രീൻ ഒന്നും കൂടി ഒന്ന് ചെറുത് താഴെയാക്കാം. NH2OH വരുന്ന സമയത്ത് ഡബിൾ ബോണ്ടോ NOH ആയിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ OH എന്നെല്ലാം പറയുന്നത്, ഈ NH2OH എന്നെല്ലാം പറയുന്ന Z ഗ്രൂപ്പാണ്. N വന്ന് എന്നിൻ്റെ കൂടെ Z ഉണ്ട്. ആ Z ആണ്, ഈ Z എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ. C ഡബിൾ ബോണ്ട് N, പിന്നെ ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഈ Z എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അതിനാണ് കയറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൽ ഒരു നോട്ട് ദ പോയിന്റ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ NH2 അപ്പോൾ എന്ത് വരും, NH2 നമ്മൾ സെയിം തന്നെ സാധനങ്ങൾ തന്നെ. കാർബൺ ഡബിൾ ബോണ്ട് നൈട്രജൻ NH2 ഗ്രൂപ്പ്. അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത് തന്നെ. ആ Z ഇങ്ങനെ മാറി വരുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡീഷൻ ഓഫ് ഫീനൈൽ ഹൈഡ്രജൻ, ഇതുവരെ തീർന്നിട്ടില്ല ഇതിൻ്റെ കഥ. ഫീനൈൽ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ NH2 NHC6H5, അതായത് ഒരു ബെൻസീൻ റിങ് തന്നെ. ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലാണ് NH2 NH എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ. അതാണ് ഫീനൈൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്ന സമയത്ത് എങ്ങനെയാണ്, ഡബിൾ ബോണ്ട് NH, പിന്നെ നമ്മൾ എന്ത് ഗ്രൂപ്പ്, നമ്മൾ ഈ പറയുന്ന ആ ബെൻസീൻ ഗ്രൂപ്പ്, ആ ബെൻസീൻ്റെ റിങ്. അപ്പോൾ ഇതാണ് എന്താണ് എഡീഷൻ ഓഫ് ഫീനൈൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അടുത്തതും കൂടിയുണ്ട്, എഡീഷൻ ഓഫ് 2,4-ഡൈനൈട്രോ ഫീനൈൽ ഹൈഡ്രജൻ. ബോർഷേസ് റിയേജൻറ്റ്, എനിക്കറിയില്ല നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഇത് ക്ലാസ്സിൽ എടുത്തിനോന്നില്ല എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു പേരുണ്ട് ഇതിന്. കാർബണൈൽ ഗ്രൂപ്പ് NH2 എന്താണ് NH, ഈ 2,4 പൊസിഷൻസിൽ എന്തുണ്ട്, ഈ ബെൻസീൻ റിങ്ങിൻ്റെ പോലെ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, NO2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് എന്തായി കിട്ടി, എന്താണ് ജസ്റ്റ് എന്താണ് ഈ പറയുന്ന ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അത്രയിൽ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമല്ലോ. ഞാൻ ഇതധികം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അടുത്ത റിയാക്ഷനാണ് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ കുറേ നേരം ആ ന്യൂക്ലിയോഫിലിക് എഡീഷനിൽ തന്നെ നിൽക്കുക. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിഡക്ഷനിലേക്ക് പോവാം. റിഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ആൽഡിഹൈഡ് H2 എന്താ പ്ലാറ്റിനം ഉപയോഗിക്കാം, പലേഡിയം ഉപയോഗിക്കാം, നിക്കൽ ഉപയോഗിക്കാം, നിക്കൽ കാറ്റലിസ്റ്റ് എന്നെല്ലാം പറയുന്നത് അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രൈമറി ആൽക്കഹോൾ കിട്ടും. പ്രൈമറി ആൽക്കഹോൾ കിട്ടും, ROCH2OH. ഒരു കീറ്റോൺ എടുത്തു കഴിഞ്ഞാലോ RCO R- ഇതേ റിയേജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുക. അതാണ് റിഡക്ഷൻ ടു ആൽക്കഹോൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അടുത്ത നെയിംഡ് റിയാക്ഷൻ ക്ലമൻസൺ റിഡക്ഷൻ. ക്ലമൻസൺ റിഡക്ഷൻസിൽ നമ്മളെ എന്താണ് റിയേജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക് അമാൽഗം എന്ന് പറയുക, അതായത് സിങ്ക് ഇൻ എന്താണ് അതിൻ്റെ പേരെന്തായിരുന്നു, മെർക്കുറി. Hg എന്ന് പറയുന്ന മെർക്കുറി ആണല്ലോ. പിന്നെന്താണ് കോൺസെൻട്രേറ്റഡ് HCl. ഈ പറയുന്ന നമ്മൾ റിയേജൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു കാർബണൈൽ പാർട്ട് എന്നുള്ളത് ആൽഡിഹൈഡും കീറ്റോണും ഇതിൽ പെടും. ഈ പറയുന്ന കാർബണൈൽ പാർട്ട് ഇറ്റ് ക്യാൻ ബി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ദാറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആൽക്കെയിൻ.
ഇറ്റ് ഈസ് എ റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺ. ഈ CH2 എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ബേസിക്കലി ഇറ്റ്സ് എൻ ആൽക്കെയിൻ, ഇറ്റ്സ് എൻ ഹൈഡ്രോ കാർബൺ. കാരണം കാർബണും ഹൈഡ്രജൻ മാത്രമല്ല കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. CH3 ഡബിൾ ബോണ്ടോ CH3ന് സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HCl ക്ലമൻസൺ റിയേജൻസ് എന്ത് കിട്ടും? CH3 ആ ഡബിൾ ബോണ്ട് ഓന്നില്ല പാർട്ട് CH2 ആയിട്ട് മാറും. എന്താ അവിടെ ബേസിക്കലി റിഡക്ഷൻ നടന്നിട്ട് ഓക്സിജനും ഡബിൾ ബോണ്ട് പോയിട്ട് അവിടെ CH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് വരും. പിന്നെ എന്ത് സംഭവിച്ച് CH2 CH3 ഇറ്റ്സ് ജസ്റ്റ് റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ടു എ ഹൈഡ്രോ കാർബൺ. നെയിംഡ് റിയാക്ഷൻ 6 വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഇതും ബേസിക്കലി നമുക്ക് ഈ ഹൈഡ്രോ കാർബൺ തന്നെ തരുന്നത്. പക്ഷേ ഇവിടുത്തെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ റിയേജൻസിലാണ് വ്യത്യാസം വരുന്നത്. C2H5H, അതായത് C2H5 എന്ന് പറയുമ്പോൾ CH3 CH2 എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. പിന്നെ CHO, ഇത് ബേസിക്കലി ഒരു ആൽഡിഹൈഡാണ്. CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ആൽഡിഹൈഡാണ്. CH3 CH2 CHO എന്താണ് അത് പ്രൊപ്പനാളാണ്. പ്രൊപ്പനാളിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? NH2 നമ്മൾ കുറച്ച് മുമ്പേ കണ്ടായിരുന്നു. നമ്മളെ അമോണിയയുടെ ഡെറിവേറ്റീവാണ് ഹൈഡ്രസീൻ എന്നതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രസോൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് കിട്ടി. CH3 CH2 CH ഡബിൾ ബോണ്ട് NH2. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഒരു വാട്ടർ എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ്, അത് ഇതിലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് എന്ത് കിട്ടി? പിന്നെ നമ്മൾ എന്ത് ചെയ്ത്? ഇതിനാ KOHും, കാരണം KOHൽ OH മൈനസ് ഉണ്ട്. പിന്നെ എന്താ ഈ എന്താണ് എത്തിലീൻ ഗ്ലൈക്കോളും KOHും കൊണ്ട് ആഡ് ചെയ്തിട്ട് എന്താക്കി? ഹീറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CH3 CH2 CH3 എന്ന് പറയുന്ന നമ്മളെ കോമ്പൗണ്ട് കിട്ടി. അത് ബേസിക്കലി ആ ഡബിൾ ബോണ്ടും NH2 എന്ന് പറയുന്ന പാർട്ട് എടുത്ത് റിമൂവ് ആയിട്ട് CH3 എന്ന് പറയുന്നത് നമ്മളെ പ്രൊപ്പൈനായിട്ട് മാറി. പ്ലസ് ഒരു നൈട്രജൻ ഗ്യാസ് പറയുന്നത്. അതിൻ്റെ റിയേജൻസിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്, അല്ലാതെ നമ്മളെ പ്രോസസ്സിൽ മാറ്റമില്ല. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ഏത്? നമ്മളീ പറയുന്ന ഹൈഡ്രോ കാർബൺ. അതായത് ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ എന്താ? ആൽഡിഹൈഡ് ഞാൻ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ഓർമ്മിക്കുക. ആൽക്കഹോൾ ഓക്സിഡൈസ് ടു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഈസ് അഗെയിൻ ഓക്സിഡൈസ് ടു കാർബോക്സിലിക് ആസിഡ്. അതുതന്നെ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെയോ ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർബോക്സിലിക് ആസിഡ് കിട്ടും. പക്ഷേ അപ്പോൾ കീറ്റോണിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോ റിയാക്ഷൻ. ഇവിടെ ആക്ച്വലി നോ റിയാക്ഷനാണ് നടക്കുക ഒരു കീറ്റോണിനെ നമ്മൾ ഓക്സിഡൈസേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ. ഇനി അതല്ലത് ഹാലോഫോം റിയാക്ഷൻ. എൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, അതായത് ഈ പറയുന്ന ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിങ് CH3CO ഗ്രൂപ്പ് when treated with sodium hypohalide NaOX or halogen in presence of NaOH, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. We get a haloform CHX3. This reaction is called haloform reaction. RCOCH3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. NaOX എന്നല്ല പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എന്തെടുക്കാം? NaOCl എടുക്കാം. X is a halogen. നമ്മൾ X ആയിട്ട് ഒരു Cl എടുത്ത് ഒരു തൽക്കാലത്തേക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. RCONA എന്ന് പറയുന്ന ഒരു അതായത് കാർബോക്സിലിക് ആസിഡിന് സാൾട്ടും കിട്ടി. ബിക്കോസ് എച്ചിന് പകരം COOH ആയിരുന്നെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ്, പക്ഷേ എച്ചിന് പകരം എന്ത് വന്നിട്ടുണ്ട്? NA വന്നിട്ടുണ്ട്. അപ്പോൾ കാർബോക്സിലിക് ആസിഡിന് സാൾട്ടാണ് അത്. പ്ലസ് CHX3 എന്ന് പറയുന്നത് ഇതിപ്പോൾ ആക്ച്വലി നമ്മളെ കാർട്ടൂണെല്ലാം നമ്മൾ ബോധം കെടുത്തതിന് ഉപയോഗിക്കുന്ന നമ്മളെ ക്ലോറോഫോം ആയത്. ബേസിക്കലി ഇത് കാണിച്ചാൽ CH3 CH2 CO CH3 എന്ന് പറയുന്നത് എന്താക്കി ഇവിടുന്ന് ബ്രേക്കായി NaOCl CH3 CH2 COONA എന്ന് പറയുന്ന പാർട്ടും വന്ന് പ്ലസ് CHCl3. ഈ ക്ലോറോഫോം അവിടെ ഫോം ആയിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ BR ഉപയോഗിച്ചെങ്കിൽ CHBr3 എന്നായിരിക്കും വരിക. I ആണ് ഉപയോഗിച്ചെങ്കിൽ CrI3 എന്നൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നെയിംഡ് റിയാക്ഷൻ 7 ആൽഡോൾ കണ്ടൻസേഷൻ. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ, അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഈ പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായിരിക്കണം. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ. വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് ആൽക്കലി വി ഗെറ്റ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആൽഡോൾ ഓർ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് കീറ്റോൾ. ആൽഡോൾ എന്നും പറയാം, കീറ്റോൾ എന്നും പറയാം. ദിസ് ഇസ് നോൺ ആസ് ആൽഡോൾ റിയാക്ഷൻ.
ഞാനൊരു ആൽഡിഹൈഡ് എടുത്ത് 2 മോളിക്യൂൾ എന്തായിരുന്നു ഒരു എത്തനാൾ എടുത്ത് അതിനെ ഡൈല്യൂട്ട് NaOH, ഇതിൻ്റെ ഡൈല്യൂട്ട് NaOH ഇമ്പോർട്ടൻസ്, ഡൈല്യൂട്ട് NaOHൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3 CH2 CHO പിന്നെ CHൻ്റെ മുകളിൽ ഒരു OH വന്ന് ഇങ്ങനത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടി. നമ്മൾ എന്ത് ചെയ്ത് പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഇവിടെ എലിമിനേഷൻ ഇപ്പോൾ നടക്കുന്നത്, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് OH പോയി, അപ്പോൾ ഫലത്തിൽ വാട്ടർ ആയിട്ട് അത് -H2 ആയിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു എലിമിനേഷൻ നടക്കുമ്പോൾ ഡബിൾ ബോണ്ട് വന്ന് അതിൻ്റെ എന്താ പറയുക കോവാലൻസി 4 നിലനിർത്തണമല്ലോ. അപ്പോൾ ഡബിൾ ബോണ്ട് ഇട്ട് നമ്മളെ കോവാലൻസി 4 ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് CH3 CH ഡബിൾ ബോണ്ട് CH CHO ആണ് ബേസിക്കലി ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വേറൊരു വേരിയേഷൻ കൂടിയുണ്ട്. അതിനാണ് തൊട്ടടുത്തതിൽ പറയുന്നത് ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ. അതായത് വെൻ ആൽഡോൾ കണ്ടൻസേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഇറ്റ് ഈസ് കോൾഡ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇഫ് ബോത്ത് ഓഫ് ദം കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻസ് വി ഗെറ്റ് എ മിക്സ്ചർ ഓഫ് 4 പ്രൊഡക്ട്സ്. നമ്മൾ രണ്ട് വ്യത്യസ്ത നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് എന്താ അത് ഫീൽ വരാത്തതെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ പറയുന്ന ഇതെന്താ പറ്റിയ നമ്മൾ ഈ പറയുന്ന ഇവിടെ 2 മോളിക്യൂലും ഒരേ ആളെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എത്തനാൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എത്തനാൾ, രണ്ടാമത്തെ കോമ്പൗണ്ട് പ്രൊപ്പനാൾ. 2 ഡിഫറെൻ്റ് ആയത്. ഇത് കാർബണിൻ്റെ എണ്ണത്തിൽ രണ്ടിലും വ്യത്യാസമുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും എന്താണ് ആൽഫ ഹൈഡ്രജൻ ഉണ്ട് താനോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മിക്സ്ചർ ഓഫ് 4 പ്രൊഡക്ട്സ്. നമുക്ക് ഇവിടെ ഒരു പ്രോഡക്റ്റ് അല്ല 4 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ലൈക്ക് ഇതൊരു കോമ്പിനേഷൻ പോലെയാണ്. അതെങ്ങനെയത് കോമ്പിനേഷൻ? അതായത് 1+1ൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ആദ്യം കണ്ടുവരുന്നില്ല CH3 CH ഡബിൾ ബോണ്ട് CH CHO, അത് ഒരു എന്താണ് കോമ്പിനേഷൻ പോലെ കിട്ടി. പിന്നെ 2+2, അതായത് ഈ രണ്ടും ഇതിനെ 2 മോളിക്യൂൾസും ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൽഡോൾ കണ്ടൻസേഷൻ ഇതിൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ്. മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1+2, അതായത് ഇതൊരു മോളിക്യൂലും ഇതൊരു മോളിക്യൂലും. ബേസിക്കലി ഇപ്പോഴാണ് ഈ പറയുന്ന ഈ റിയാക്ഷൻ ഇവിടെ ആക്ച്വലി വന്നിരിക്കുന്നത്. ഇതിൻ്റെ നാലാമത്തെ കോമ്പിനേഷന് 2+1, ഇതിൻ്റെ മോളിക്യൂലും പിന്നെ ഇതിൻ്റെ മോളിക്യൂലും. ഇവിടെ ഓർഡർ പ്രധാനം. അതാണ് ഈ 1+2 2+1 ഒന്നും സെയിം അല്ല, അതുകൊണ്ട് ഇതിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ 4 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇത് എക്സാമിന് അധികം കണ്ടിട്ടില്ല. ഏതോ ഒരു എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് എന്നുള്ളത് എനിക്കും മനസ്സിലാകുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി റെയർ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത കെന്നിസാറോ റിയാക്ഷൻ. അതായത് നമ്മൾ പറയുക ഇതിന് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കാർബൺ ആയിരിക്കണം. എന്താണ് നമ്മളിപ്പോൾ ഈ കോമ്പൗണ്ട് CH എന്ന് പറയുന്ന കോമ്പൗണ്ട് തൊട്ടപ്പുറത്ത് എന്താണ് കാർബൺ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത് ആൽഫ ഹൈഡ്രജൻ അല്ല. അപ്പോൾ എന്തില്ല ഇതിൽ ഈ പറയുന്ന മെത്തനാൾ, ഇത് മെത്തനാൾ അല്ലല്ലോ ആക്ച്വലി. HCH എന്ന് പറയുമ്പോൾ ഓക്കെ മെത്തനാൾ തന്നെ. അപ്പോൾ എന്താണ് മെത്തനാൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആബ്സെൻസ് ഓഫ് നോ ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ടിലെ ഈ കെന്നിസാറോ റിയാക്ഷൻ നടക്കും. നമ്മൾ മറ്റേതിൽ എന്താ കണ്ടത്? ആൽഡോളിൽ എന്താ കണ്ടത്? അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഉണ്ടാവണം. ഇവിടെ എന്താ ആൽഫ ഹൈഡ്രജൻ്റെ ആവശ്യമില്ല. അത് ഉണ്ടാവരുത്, എന്നാൽ ഈ റിയാക്ഷൻ നടക്കൂ. അവിടെ നമ്മൾ ചേർത്തത് ഡൈല്യൂട്ട് NaOH. ഇവിടെ വ്യത്യാസം നോക്ക്, കോൺസെൻട്രേറ്റഡ് NaOH ആണ്. ഇത് രണ്ടും ഏകദേശം അടുപ്പിച്ച് പഠിക്കും. കാരണം അത് ഡൈല്യൂട്ട്, ഇത് കോൺസെൻട്രേറ്റഡ്. അത് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അങ്ങനെ ഓർമ്മിക്കുക. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 2 പ്രോഡക്റ്റാണ് കിട്ടുക. അതായത് ഒരു മിനിറ്റ് ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. ആൽക്കഹോളും കിട്ടും, അതേപോലെ സോഡിയം കാർബോക്സിലിക് ആസിഡിന് സാൾട്ടും കിട്ടും. മെത്തനോൾ എന്ന് പറയുന്നത് നമ്മൾ 2 പ്രോഡക്റ്റായിട്ട് ഒന്നാമത്തെ പ്രോഡക്റ്റ് ഒരു ആൽക്കഹോൾ ആയിരിക്കും. മെത്തനോൾ കിട്ടി ഓബ്വിയസ്ലി, കാരണം മെത്തനാൾ അതായത് ഒരു കാർബണില്ല ഇതായിരുന്നു എടുത്തത്. അപ്പോൾ ഒരു കാർബണിൽ ആൽക്കഹോൾ കിട്ടി. അതേപോലെ HCOONA. അപ്പോൾ എന്താണ് സോഡിയം മെത്തനോയേറ്റ്. എന്താണ് നമ്മളെ കാർബോക്സിലിക് ആസിഡ് അവിടെ ഇപ്പോൾ H ആയിരുന്നെങ്കിലും HCOOH എന്ന് പറയുന്നതാണല്ലോ നമ്മളെ മെത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് അതിൻ്റെ പകരം എന്താണ് ഇവിടെ കോൺസെൻട്രേറ്റഡ് NaOHൽ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, അതിവിടെ കൊണ്ടുപോയിട്ട് അറ്റാച്ച് ആവും. അപ്പോൾ എന്ത് കിട്ടും, കാർബോക്സിലിക് ആസിഡിനെ സാൾട്ട് കിട്ടും. അതേപോലെ ഒരു അറൈൽ കോമ്പൗണ്ടിൽ ഇപ്പോൾ എന്താ സ്ഥിതി, 2 ബെൻസാൾഡിഹൈഡ് എടുത്ത്, അതായത് ബെൻസിൻ റിങ്ങിനോട് CHO കോൺസെൻട്രേറ്റഡ് NaOH ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ട് CH2OH എന്ന് പറയുന്നത് കിട്ടി, ഒരു ആൽക്കഹോൾ കിട്ടി. അത്ര എണ്ണം സെയിം നമ്പർ ഓഫ് കാർബണിൽ ഒരു ആൽക്കഹോളും കിട്ടി. COONA, അതായത് എന്താണ്, സോഡിയം ബെൻസോയേറ്റ്, എന്താണ് അതിൻ്റെ ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ടും കിട്ടി. ആണ് ബേസിക്കലി കാനിസാറോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നല്ല നല്ല റിയാക്ഷൻസ് ആണ് ആക്ച്വലി. എന്താണ് ഇത് അടിച്ചു പോയാ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ബെൻസാൾഡിഹൈഡിൻ്റെത് എന്താണ് കുറേ ഉണ്ട്, ഒരു 5 റിയാക്ഷൻസ് ആയിട്ടുണ്ട്. CHOന ബെൻസാൾഡിഹൈഡിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 കോൺസെൻട്രേറ്റഡ് HNO3, നമ്മളിതിനെ കോമൺലി പറയുന്ന പേരാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നുള്ളത്. നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ എന്താണ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അതായത് മെറ്റാ പൊസിഷനിലേക്കാണ് ഈ പറയുന്ന വരുന്ന സബ്സ്റ്റിറ്റ്യുവൻസിനെ വരുന്ന ഇലക്ട്രോഫൈലിനെ ഇതിൻ്റെ മെറ്റാ പൊസിഷൻ ഉണ്ടല്ലോ, അതായത് അതവിടെ വരുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്താണ് മെറ്റാ പൊസിഷനിലേക്കാണ് എന്ത് വരിക, നമ്മളെ ഇലക്ട്രോഫൈൽ വരിക. അതാണ് ഈ നൈട്രോ ഗ്രൂപ്പ് എന്ത് വന്നത്, മെറ്റാ പൊസിഷൻ വന്നത്. ഇറ്റ്സ് എ സ്പെസിഫിക് എന്താണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അത് ഓർത്തോയിലും പാരയിലൊന്നും പോവില്ല, നേരെ നമ്മൾ ഈ ഒന്നാമത്തെ കാർ 2 3 ഈ മൂന്നാമത്തെ കാർബണിനോട് ഇങ്ങനെ നിൽക്കുക. അതാണല്ലോ നമ്മളെ മെറ്റാ പൊസിഷന്. മെറ്റാ പൊസിഷനിൽ മാത്രം അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ബെൻസാൾഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുമ്പോൾ നമ്മൾ SO3H എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ത് വരും, മെറ്റാ പൊസിഷനിൽ വരും. ഇതിന് മാറ്റമൊന്നുമില്ല, ഇതാട് തന്നെ ഉണ്ടാവും. പക്ഷേ എന്താണ് ഈ ഇലക്ട്രോഫൈൽ വന്നിട്ട് മെറ്റാ പൊസിഷനിൽ അറ്റാച്ച് ആവും. CHO Cl2 FeCl3 ക്ലോറിനേഷൻ. CHO എന്താണ്, Cl എന്ന് പറയുന്ന മെറ്റാ പൊസിഷനിൽ വരും. ബേസിക്കലി ജസ്റ്റ് എന്താണ് ഓക്കെ, ഇതിൽ എന്താണ് ഞാൻ പറഞ്ഞ പോലെ മെറ്റാ പൊസിഷനിലേക്ക് വരും. ഇതിൻ്റെ രണ്ട് റിയാക്ഷൻ കൂടിയുണ്ട്. Cl2 നോ കാറ്റലിസ്റ്റ്. ഇത് എന്താ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ Cl2 ചേർത്ത്, പക്ഷേ ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് കഴിഞ്ഞ നമ്മൾ മൂന്നാമത്തെ റിയാക്ഷനിൽ FeCl3 എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ചേർത്തായിരുന്നു റിയാക്ഷൻ ഒന്ന് സ്പീഡപ്പ് ആക്കേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒരു കാറ്റലിസ്റ്റും ചേർക്കില്ല. ജസ്റ്റ് ബെൻസാൾഡിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് മിക്സറിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ ക്ലോറിൻ എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ COCl എന്ന് പറയുന്ന നമ്മളെ എസൈൽ ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ CHO എന്നുള്ള ഗ്രൂപ്പ് മാറിയിട്ട് നമ്മൾ ഇത്രയും നേരം കണ്ടത് ഈ മെറ്റാ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. ഇവിടെ നേരെ എന്താണ് കളി മാറി, നമ്മളെന്താണ് CHOനടുത്ത് എലിമിനേറ്റ് ആക്കിയിട്ട് COCl എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ കയറി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് അസറ്റോഫീനോൺ COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് കോൺസെൻട്രേറ്റഡ് HNO3 നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ബേസിക്കലി എന്താണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. ഇവിടെ എന്ത് സംഭവിച്ചത്, നമ്മൾ CHOൻ്റെ കഥ കഴിച്ചിട്ട് COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ കയറി വന്ന്, അങ്ങനല്ല COCH3 അസറ്റോഫീനോൺ. ഓക്കെ, എന്താണ് COCH3 ഇവിടെ ഉണ്ട്. അതേപോലെ മെറ്റാ പൊസിഷനിൽ എന്ത് വന്ന് നമ്മളെ ഈ പറയുന്ന നൈട്രോ ഗ്രൂപ്പ് വന്ന്. ബേസിക്കലി ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ബെൻസാൾഡിഹൈഡൊക്കെ എന്താണ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഈ വരുന്ന ഇലക്ട്രോഫൈൽ എപ്പോഴും മെറ്റാ പൊസിഷനിലായിരിക്കും വരെ ശ്രമിക്കുക. എന്താണ് ആ പറയുന്ന ബെൻസാൾഡിഹൈഡ് പറയും എനിക്കാകെ ഈ പറയുന്ന എൻ്റെ എന്താണ് കൊട്ടാരത്തിലാകെ ഒരു കസേരയിൽ അത് എന്താണ് മെറ്റാ പൊസിഷനിലാണ്, ബാക്കി ഓർത്തോലും പാരയിലൊന്നും എനിക്ക് ഇരിക്കാനൊരു അവകാശമില്ല. മെറ്റയിൽ നേരെ കസേര എടുത്തോളാം ഇരുന്നോളാം, അത്ര തന്നെ. ഇത് വേറെ ചോദ്യം പറത്താനൊന്നുമില്ല. അതാണ് മെറ്റാ ഡയറക്റ്റിങ്ങിൻ്റെ ഒരു കളി. ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് റിയേജൻറ്റ് ഈസ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ എന്താ പറയുക അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് നമ്മൾ ഇതിൻ്റെ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഇത് ആക്ച്വലി ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ, അതായത് എൻ്റെ കയ്യിൽ ഒരു ആൽഡിഹൈഡ് ഉണ്ട്, എൻ്റെ കയ്യിൽ തന്നെ ഒരു കീറ്റോണും ഉണ്ട്. എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ ഏതാ ആൽഡിഹൈഡ് ഏതാ കീറ്റോൺ, വെറുതെ ഇങ്ങനെ കണ്ണും മൂയിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തീരുമൊന്നുമില്ല അല്ലേ ഏതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 2-3 ടെസ്റ്റിൽ ഒന്നാമത്തെ ടെസ്റ്റാണ് ടോളറൻസ് ടെസ്റ്റ്. ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ആൽഡിഹൈഡോ അല്ലെ കിട്ടിയ ഒരു കോമ്പൗണ്ട് X എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഞാനിങ്ങനെ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റോടെ ട്രീറ്റ് ചെയ്ത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ഒരു ആൽഡിഹൈഡ് ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് എ ബ്രൈറ്റ് സിൽവർ മിറർ. നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിത്രം ഏകദേശം നമ്മളൊരു മുഖം കാണാൻ പറ്റും. അതായത് സിൽവർ മിററിൽ
ഫുള്ള് നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്, ചെറുതായിട്ട് നമ്മളൊരു പ്രതിച്ഛായ നമുക്കതിൽ പ്രതിബിംബം എന്നായിട്ടല്ല പറയുക, റിഫ്ലക്ഷന് നമ്മളെ ജസ്റ്റ് റിഫ്ലക്ഷൻ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ദാറ്റ് കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ് ഈസ് an aldehyde. During this reaction, the aldehyde is oxidized to corresponding carboxylate ion and silver nitrate is reduced to silver metal. അപ്പോൾ കീറ്റോൺ വന്നാൽ എന്താ സംഭവിക്കുക? ആ പറയുന്ന സിൽവർ മിറർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിലിട്ടിരിക്കുന്നത് കീറ്റോൺ ആണ്, ഇത് ആൽഡിഹൈഡ് അല്ല. അപ്പോൾ RCHOന AgNH3 twice, അതാണ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. 3OH- എന്ന് പറയുന്നത് നമ്മളെ ആസിഡ് മീഡിയം. RCOO- എന്ന് പറയുന്നത് എന്തായി? കാർബോക്സിലേക്ക് അയോണായിട്ട് മാറി. കാരണം ഇതൊരു ഫുൾ കോമ്പൗണ്ട് അല്ല, ഇതൊരു അയോൺ മാത്രമാണ്. 2Ag. ഈ Ag ആണ് നമ്മൾ എന്ത് തരുന്നത്? ആ സിൽവർ മിറർ തരുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്ത് മനസ്സിലായിക്കോളുക? ഇറ്റ് ഈസ് an aldehyde. ആണ് ബേസിക്കലി എന്താണ് വിച്ച് ഇസ് ദ ടെസ്റ്റ് യൂസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ്? ഇറ്റ് ഈസ് ഓബ്വിയസ്ലി ടോളറൻസ് ടെസ്റ്റ്. ഇതാ ഞാൻ എന്താ ക്വസ്റ്റ്യൻ ഇതാ, റൈറ്റ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ. ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടേലോ എന്താണ് ടോളറൻസ് ടെസ്റ്റ്. ഇതിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഹൈ വിൽ യു പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ഫ്രം മെത്താഡ് റിയാക്ഷൻ, കൺവേർട്ട് എത്തനോൾ ടു എത്തനോയിക് ആസിഡ്, ബെൻസോമൈറ്റ് ടു ബെൻസോയിക് ആസിഡ്. ഇതൊക്കെ എന്താണ് നമ്മളെ പഠിച്ച വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് ഫെയിലിംഗ് ടെസ്റ്റ്. ഫെയിലിംഗ് ടെസ്റ്റിൽ ഫെയിലിങ്ങിന് 2 റിയേജൻസ് ഉണ്ട്. ഒന്ന് ഫെയിലിംഗ് സൊല്യൂഷൻ 1, ഒന്ന് ഫെയിലിംഗ് സൊല്യൂഷൻ A, ഫെയിലിംഗ് സൊല്യൂഷൻ B. ഫെയിലിംഗ് സൊല്യൂഷൻ A എന്ന് പറയുന്നത് അക്വസ് കോപ്പർ സൾഫേറ്റ് ആണ്. ഫെയിലിംഗ് സൊല്യൂഷൻ B എന്ന് പറയുന്നത് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്, റൊഷെല്ലെ സാൾട്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഒരു കോമൺ നെയിം ഉണ്ട്, റൊഷെല്ലെ സാൾട്ട് എന്ന് അതിനെ പറയാം. ഓൺ ഹീറ്റിംഗ് വിത്ത് failing reagent, aldehyde gives a reddish brown precipitate of cuprous oxide. അതായത് ഈ CO2O എന്ന് പറയുന്നത് നമ്മൾ ആ ഓക്സൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വരും? ഒരു റെഡിഷ് ബ്രൗൺ. അത് ഈ പറയുന്ന ലാബിൽ കയറിയവർക്ക്, ലാബിൽ സാൾട്ട് ചെയ്തവർക്ക് അറിയാം റെഡിഷ് ബ്രൗൺ എന്ന് പറയുന്ന കളർ എങ്ങനെയായിരിക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ നൈട്രേറ്റിൻ്റെ ടെസ്റ്റിൽ നമ്മൾ NO2- കണ്ടുപിടിക്കേണ്ട ടെസ്റ്റിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളൊരു റെഡിഷ് ബ്രൗൺ കളർ. ആൽഡിഹൈഡ് കോപ്പർ അയോൺ 5OH- RCO-. പിന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് Cu2O ഇത് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് സംഭവം കിട്ടിയിരിക്കുന്ന ആൽഡിഹൈഡാണ്. നമ്മളെ കയ്യിലുള്ള കോമ്പൗണ്ട് എന്താണ്? ആൽഡിഹൈഡ് തന്നെയാണ്. അന്നേരം നമുക്ക് ഈ പറയുന്ന റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്. പ്രസിപ്പിറ്റേറ്റൊക്കെ എന്താണെന്നുള്ളത് ലാബ് ചെയ്യുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. യു നോ വാട്ട് ഈസ് എ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വേറൊരു ടെസ്റ്റ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ബെനഡിക്സ് ടെസ്റ്റ് എന്ന് പറയാം. ബെനഡിക്സ് സൊല്യൂഷൻ ഇസ് എ മിക്സ്ചർ ഓഫ് കോപ്പർ സൾഫേറ്റ്, സോഡിയം സിട്രേറ്റ് ആൻഡ് സോഡിയം കാർബണേറ്റ്. സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ്? Na3C6H5O7 എന്ന് പറയുന്ന ഒരു വലിയൊരു കോമ്പൗണ്ടാണ്. സോഡിയം കാർബണേറ്റ് നമ്മൾ അറിയുന്ന കോമ്പൗണ്ട്. ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ഗിവ് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വെൻ ഹീറ്റഡ് വിത്ത് ബെനഡിക് റിയേജൻറ്റ്, RCHO. ആലിഫാറ്റിക് അതായത് നമ്മൾ ബെൻസാൾഡിഹൈഡും നമ്മൾ നോർമലായിട്ടുള്ള ആൽഡിഹൈഡും തന്നു കഴിഞ്ഞാൽ ഇത് പറയാണ് ഇതിലിപ്പോൾ ഏതാ എന്ന് പറയാണ്ടത്? ഇതിലിപ്പോൾ നോർമലായിട്ടുള്ള ആൽഡിഹൈഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ബെനഡിക് ടെസ്റ്റ് ഉപയോഗിക്കാടാ. അപ്പോൾ നമ്മൾ എന്താണ് വർക്കാവില്ല? നമ്മളെ ഈ പറയുന്ന ബെൻസാൾഡിഹൈഡ് ആയിട്ടുള്ള എറൈലിക് ആൽഡിഹൈഡ്സ് ഒന്നും അവിടെ വർക്കാവില്ല. RCHO കോപ്പർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഈ പറയുന്ന ബെനഡിക്സ് റിയേജൻറ്റ് വഴി കോപ്പർ എന്ത് കിട്ടി? കുപ്രസ് ഓക്സൈഡായിട്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഈ പറയുന്ന റിയേജൻസ് CuSO4, സോഡിയം സിട്രേറ്റ്, സോഡിയം കാർബണേറ്റ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ കയ്യിലില്ല സാധനം നോർമൽ ആൽഡിഹൈഡാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നമുക്ക് ഈ പറയുന്ന റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? വാട്ട് വി ഹാവ് ഇൻ അവർ ഹാൻഡ് ഇസ് എ ബെൻസാൾഡിഹൈഡ്. ഒരു ബെൻസീൻ റിങ്ങിൻ്റെ ഉള്ളിൽ CHO ഗ്രൂപ്പാണ് നമ്മളെ ആ കോമ്പൗണ്ടിന് നമ്മളെ കയ്യിലില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബേസിക്കലി ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ? ഓക്കെ, ഇത് ടോപ്പിക് ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മളെന്താണ് കാർബോക്സിലിക് ആസിഡിനെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഫ്രം പ്രൈമറി ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താണ്
ആൽക്കഹോൾ ഓക്സിഡൈസസ് ടു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ ഓക്സിഡൈസസ് ടു കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നേരെ എന്താ ചെയ്യുന്നത്, KMnO4 പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് ഡെഡ്ലി ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൽക്കഹോളും ആൽഡിഹൈഡൊക്കെ നേരെ എന്തായിട്ട് കൺവേർട്ട് ആയിക്കോളും, നമ്മളെ RCOOH എന്ന് പറയുന്ന എന്താണ് കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ആയിക്കോളും. ജസ്റ്റ് വി ഹാവ് ടു യൂസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. മൈൽഡ് എന്ന് പറയുന്നത് ഒരു മൈൽഡ് എഫക്റ്റ്, അതായത് ഒരു ചെറിയൊരു എഫക്റ്റ് ഇൻഫ്ലുവൻസ് മാത്രം കാണിക്കുന്നത്. KMnO4 സ്ട്രോങ് നല്ല ശക്തമായ ഇൻഫ്ലുവൻസ് കാണിക്കുന്നത്. ഈ ആൽക്കഹോളിന് ആൽഡിഹൈഡ് ആവാൻ വിടുമെന്ന് എന്ന് പറയേണ്ടത് ഈ ഒരു ആൽക്കഹോളിന് ആൽഡിഹൈഡ് ആവാൻ വിടാണ്ട് നേരെ എന്താക്കി കൺവേർട്ട് ആയിക്കോളും. ഇറ്റ് ഇസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു കാർബോക്സിലിക് ആസിഡ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് KMnO4 ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതാ ഞാൻ അതിൻ്റെ റിയാക്ഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. KMnO4 ഉപയോഗിക്കാം, K2Cr2O7, നിങ്ങൾ DNF ബ്ലോക്കിൽ പഠിക്കുന്ന പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആയത്. അതേപോലെ Na2Cr2O7 നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെ, അതായത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെ പഠിക്കുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയത്. അതേപോലെ എന്താ ടോളറൻസ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആൽഡിഹൈഡിനെ പിന്നെ CrO3 ക്രോമിയം ഓക്സൈഡും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൽഡിഹൈഡിനെ കീറ്റോണാക്കി മാറ്റാം. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കി ഇതൊക്കെയാണ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഓക്സിഡൈസിങ് ഏജൻസ് എന്ന് പറയുന്നത്. ഫോർ ഓക്സിഡേഷൻ വി നീഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആൻഡ് ഫോർ റിഡക്ഷൻ വി നീഡ് റെഡ്യൂസിങ് ഏജൻസ്. ഫ്രം ടോളുവിൻ എങ്ങനെ നമ്മളെ ഇതുണ്ടാവുക, ടോളുവിൻ എന്താണ് അതിലേക്ക് നമ്മൾ പിന്ന് ചെയ്താൽ ഓക്സിഡൈസിങ്, അതായത് നമ്മളെ ഇയാൾ സീനാട്ടോ നമ്മളെ KMnO4 എന്ന് പറയുന്നത്, പിന്നെ OH മൈനസ് ഒരു KOH പോലത്തെ ഒരു അല്ലെങ്കിൽ NaOH ഒക്കെ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവും, അതിന്ന് OH മൈനസ് കിട്ടി. പിന്നെ ഹീറ്റ് ചൂടാക്കിയപ്പോൾ COOK കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ട്, ഇത് കുക്ക് നല്ല വായിക്കുക, COOK എന്നാണ് വായിക്കുക. അത് K എന്ന് പറയുന്നത് നമ്മളെ പൊട്ടാസ്യം. അതിനെ പിന്നെയും നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ KNO എന്ത് വരും, H വരും. അപ്പോൾ എന്ത് വരും, ബെൻസോയിക് ആസിഡ് വരും. ബേസിക്കലി നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആയിരുന്നു കിട്ടേണ്ടത്, അത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലാന്ന് മാത്രം. അതാണല്ലോ നമ്മളെ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഫ്രം നൈട്രൈൽസ് ആൻഡ് അമൈഡ്സ്, ഈ നൈട്രൈലിനെ എന്ത് ചെയ്ത്, നൈട്രൈലിനെ ഞാൻ ഈ പറയുന്ന ഒരു മിനിറ്റ് അലൈൻമെൻറ്റ് തെറ്റിയിട്ടില്ല. ഓക്കെ, നൈട്രൈലിനെ ഞാൻ വാട്ടർ ആഡ് ചെയ്ത്, ജസ്റ്റ് വാട്ടർ, എന്ത് കിട്ടു, RCONH2 എന്ന് പറയുന്ന എമൈഡ് കിട്ടു. ഇതിനെ പിന്നെയും ഞാൻ വാട്ടർ ആഡ് ചെയ്ത്, അപ്പോൾ എന്ത് കിട്ടും, RCOOH എന്ന് പറയുന്നത് എന്തായി നമ്മളെ, അതായത് നൈട്രൈൽ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു എൻ എമൈഡ് അഗെയിൻ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു RCOH. നമ്മളിവിടെ വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് പോവുക ചെയ്യുന്നല്ലോ. അതേപോലെ ഒരു എമൈഡിനെ എന്ത് ചെയ്താൽ മതി, ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതായത് ഈ ബേസിക്കലി ഇവിടെ ഞാൻ കാണിച്ച റിയാക്ഷനാണ് ഇവിടെ പിന്നെയും വന്നിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് ഇതൊരു ബെൻസിൻ റിങ്ങിൻ്റെ മുകളിലാന്ന് മാത്രം. ബെൻസിൻ റിങ്ങിനുള്ള ഒരു എമൈഡ് ഉണ്ട്, വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് മീഡിയത്തിൽ എന്ത് കിട്ടും, ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് വി സേ ദിസ് ഇസ് എന്താണ് ബെൻസോയിക് ആസിഡ്. തീരാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര സ്ലൈഡ് ഉണ്ടോളി. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, ഹൗ ക്യാൻ ദ കൺവേർഷൻ ടു ഇത് കാർബോക്സിലിക് ആസിഡ് ഫ്രം ഡ്രൈ ഐസ് ബി എഫക്റ്റഡ് യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇതാ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് എന്താ, നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് CO2, അതിലേക്ക് RMgX എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഇൻ പ്രസൻസ് ഓഫ് എ ഡ്രൈ ഈതർ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, സാൾട്ട് ഓഫ് എ കാർബോണിക് ആസിഡ് RCOO മൈനസ് എന്താണ് MgX പ്ലസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി. അതിനെ വാട്ടറുമായിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കാർബോക്സിലിക് ആസിഡായിട്ട് ബേസിക്കലി കിട്ടും. ജസ്റ്റ് ഇവിടെ പിന്നെയും എന്താണ് ഓക്സിഡേഷൻ പോലെ നടക്കുന്നത്. ഓക്കെ, അതാണ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് OH. നമ്മൾ COOHൽ OH എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. ആ OH പറയുന്ന പാർട്ടിനെ ബ്രേക്ക് ചെയ്യുക. ക്ലീവേജ് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യലാണ്. ആ കട്ട് ചെയ്യുന്ന പാർട്ടാണ് ഇതിലിപ്പോൾ 2RCOHൽ 2 സോഡിയം ആഡ് ചെയ്ത്, അപ്പോൾ എന്തായി മാറി, ആ Hന് പകരം Na വന്ന് പിന്നെ നമ്മളെ ഹൈഡ്രജൻ ലിബറേറ്റ് ആയി. ഇവിടെ RCOH പ്ലസ് NaOH ആഡ് ചെയ്തപ്പോൾ എന്തായി, Na അവിടെ റീപ്ലേസ് ചെയ്ത് Hന് പകരം വാട്ടറായിട്ട് എന്താണ് ഇവിടെ Hഉം പിന്നെ ഇവിടുത്തെ OHഉം ചേർന്ന് വാട്ടറായി മാറി. RCOOH NaHCO3 RCONA പ്ലസ് H2O പ്ലസ് CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഈ 3 പ്രൊഡക്റ്റും കിട്ടി. RCOHഉം വാട്ടറും ചേർത്ത് കഴിഞ്ഞാൽ RCO മൈനസ് എന്ന് പറയുന്ന കാർബോക്സിലേറ്റ് അയോണും H3O എന്ന് പറയുന്ന H3O പ്ലസ് എന്ന് പറയുന്ന നമ്മളെ ഹൈഡ്രോണിയം അയോണും കിട്ടി.
അതാണ് ബേസിക്കലി ഇതിൻ്റെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എസ്റ്ററിഫിക്കേഷൻ, ഇത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആൽക്കോഹോൾ ഫീനോൾ ഈതർ എടുത്തപ്പോൾ ഈതറിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് പഠിച്ചതായത്. പക്ഷേ എന്താണ് അവിടെ ആ പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ച സാധനം ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് പഠിക്കും. നിങ്ങൾ അതിൻ്റെ ഒരു തമാശ ആലോചിക്കണോ? നമ്മൾ ഈ കുറേ 10,000 റിയാക്ഷൻസ് എല്ലാം പഠിക്കുന്നത് ഒന്ന് ഒരു പാഠത്തിലൊരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും, വേറൊരു പാഠത്തിൽ ഇത് കാണാം ഇതിൽ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതാ ബേസിക്കലി ഇതും തിരിഞ്ഞു പറഞ്ഞ അവസാനം എല്ലാം എന്താണ് എല്ലാ പാഠത്തിലും കയറി വരുന്നത്. അതാ നിങ്ങൾക്ക് ഇത് കുറേ റിയാക്ഷൻ ഇല്ല പോലെ തോന്നുന്നത്. ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് സെയിം റിയാക്ഷൻ എന്താണ് ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ പ്രിപ്പറേഷൻ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ്. അതായത് ആസിഡിന് കാർബോക്സിലിക് ആസിഡിന് ആൽക്കോഹോളായിട്ട് ട്രീറ്റ് ചെയ്തതിന് ആസിഡ് മീഡിയം, എസ്റ്റർ കിട്ടി, എസ്റ്ററിഫിക്കേഷൻ അതാണ് ഒരു എസ്റ്റർ കിട്ടുന്ന എന്താണ് റിയാക്ഷനിലാണ് ഈ പറയുന്ന കോമ്പൗണ്ട് വരുന്നത് H2O. ഓക്കെ, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ തീരാറായിട്ടുണ്ടോ? ഇനിയാണ് എന്താണ് എനിക്ക് പേര് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ്സ് ഹാവിങ് ആൻ ആൽഫ ഹൈഡ്രജൻ ആറ്റം, ഇവിടെയും കണ്ടീഷൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ വേണം. വെൻ ട്രീറ്റഡ് വിത്ത് ഹാലജൻ, ക്ലോറിൻ ഉപയോഗിക്കാം, ബ്രോമിൻ ഉപയോഗിക്കാം. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയേജനാണ്. റെഡ് ഫോസ്ഫറസ് വിത്ത് ഹാലജൻ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ പറയുന്ന RCH2COH X2 റെഡ് ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ റെഡ് പീനാണ് നമ്മൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, ഇതിപ്പോൾ COH അതിൻ്റെ തൊട്ടടുത്ത് അറ്റാച്ച് ചെയ്ത കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിച്ച് അതിൽ തന്നെ ഇല്ല ഹൈഡ്രജൻ നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മളെ HCHOന് എന്തുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ല? കെന്നിസാറോ റിയാക്ഷൻ. കാരണം അവിടെ ആ CHO ഗ്രൂപ്പിനെ അറ്റാച്ച് ആയിട്ട് എന്തില്ല, ആൽഫ കാർബൺ ഇല്ല. ആൽഫ കാർബൺ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. സോ വി നീഡ് ആൻ ആൽഫ കാർബൺ, ദെൻ ഓൺലി വി ക്യാൻ ഹാവ് ആൻ ആൽഫ ഹൈഡ്രജൻ. ഒരു വലിയൊരു കഥയത്. X2 റെഡ് ഫോസ്ഫറസ് ചേർത്ത് കഴിഞ്ഞാൽ RCHൻ്റെ അവിടെ എന്ത് വരും, അല്ല RCH2 CH2-ലൊരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ X കയറി വരും. അപ്പോൾ എന്താ CH3 CH2 CH2 COH Br2 ചേർത്ത് റെഡ് ഫോസ്ഫറസ്. എനിക്കൊണ്ടിക്ക് ക്ലോറിനും ചേർക്കുക പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തോന്ന് CH3 CH2 ഈ CHൻ്റെ അവിടെ എന്ത് വന്ന് Br എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ആയി. അത്രയും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. പേര് ഏതായാലും നല്ല രസമായിട്ടുണ്ട്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസിൽ ദ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് COOH ഗ്രൂപ്പ് ഇസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഇൻ എസ് മെറ്റാ ഡയറക്റ്റിംഗ്. ഞാൻ പറഞ്ഞാൽ ഈ മെറ്റാ പൊസിഷനിലാണ് ഈ പറയുന്ന അത് വരും. നമ്മളെ ബെൻസാൾഡിയലിലും കണ്ടായിരുന്നു മെറ്റാ പൊസിഷനിലായിരുന്നു ഇത് വരുന്നത്. മെറ്റാ പൊസിഷനിൽ മാത്രം നമ്മൾ പറഞ്ഞില്ല, നമ്മളെ രാജാവ് പറയുന്നത് നിങ്ങൾ എന്താ പറയുക നമ്മളെ കൊട്ടാരത്തിൽ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ആകെ ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് മെറ്റാ പൊസിഷനിൽ മാത്രമാണ്. മെറ്റയിൽ കസേര എടുത്തോളാം, അവിടെ ഇരുന്നോളാം, വേറെ ഭർത്താവിനും ചോദ്യമൊന്നുമില്ല. അപ്പോൾ എന്താ ബെൻസോയിക് ആസിഡിന് നൈട്രേഷൻ, അതായത് നൈട്രേറ്റിംഗ് മിക്സർ കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4ഉം ചേർത്തപ്പോൾ എന്ത് മാറി, ഈ COHനൊന്നും പറ്റുമെന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഈ മെറ്റാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നു. അതാണ് ബേസിക്കലി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ബ്രോമിനേഷൻ ഇതാ നമ്മൾ FeBr3 ബ്രോമിനും ചേർത്ത് Br2 ചേർത്ത് ഈ പൊസിഷനിൽ മെറ്റാ പൊസിഷനിൽ ബ്രോമിൻ കയറി വന്ന്. അതാണ് ബേസിക്കലി പിന്നെ ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നോ റിയാക്ഷൻ ടുവേർഡ്സ്, അതായത് നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റിൽ ഇതിന് റിയാക്ഷൻ കാണിക്കാനാവില്ല. എന്തായാലും റീസൺ പറയുന്നത്, ബട്ട് കാർബോക്സിലിക് ആസിഡ്സ് ഡു നോട്ട് അണ്ടർഗോ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻസ് ബിക്കോസ് കാർബോക്സിൽ ഗ്രൂപ്പ് ഇസ് ഡീആക്ടിവേറ്റിംഗ് ആൻഡ് ദ കാറ്റലിസ്റ്റ് അലൂമിനിയം ക്ലോറൈഡ് ലൂയിസ് ഗെറ്റ്സ് ബോണ്ടഡ് ടു ദ കാർബോക്സിൽ ഗ്രൂപ്പ് ടു ഫോം സാൾട്സ്. നമ്മൾ ഈ ഫ്രിഡൽ ക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന നമ്മളിങ്ങനെ ഓർമ്മയുണ്ട്, നമ്മൾ അൻഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ബേസിക്കലി ഈ പറയുന്ന അലൂമിനിയം ക്ലോറൈഡ് ലൂയിസ് ആസിഡ്. അത് ഇവിടെ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് COOH എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ് ആണ്. അതാണ് ഒന്നാമത്തെ റീസണ്. രണ്ടാമത്തെ റീസൺ ഇതിപ്പോൾ COOH CH3Cl അല്ലെങ്കിൽ ഇത് ഒന്നാമത്തതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷന്, രണ്ടാമത്തതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് എസൈലേഷന്. അൻഹൈഡ്രസ് AlCl3 ചെയ്യുമ്പോൾ ഇവിടെ നോ റിയാക്ഷനാണ് നടക്കുക. ഇവിടെ എന്ത് സംഭവിക്കും, ഈ AlCl3 ഈ C ഡബിൾ ബോണ്ട് ഓയിലിൽ ഇത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാർബൺ ആണല്ലോ, ഓക്സിജൻ ആറ്റം ആണല്ലോ. എന്ത് ചെയ്യും, ഈ AlCl3 നേരെ ഇവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ സാൾട്ട് ഉണ്ടാക്കി പറ്റും. അപ്പോൾ ബേസിക്കലി എന്ത് നടക്കൂലടാ ഇതിൻ്റെ റിയാക്ഷൻ, അതായത് ഈ ഇലക്ട്രോഫൈൽ ആയിട്ടില്ല നമ്മളെ CH3 അല്ല CH3CO ഗ്രൂപ്പിനോട് കയറി വന്ന് അറ്റാച്ച് ചെയ്യാനാവില്ല.
സോ ദാറ്റ്സ് എന്താണ് ദ 2 റീസൺസ് ഫോർ നോ റിയാക്ഷൻ ടുവേർഡ്സ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഉള്ളത്. ഇത് കണ്ടോ, മാർച്ച് 2017 ചോദിച്ചത് എക്സ്പ്ലെയിൻ എസ്റ്ററിഫിക്കേഷൻ, ടോളറൻസ് ടെസ്റ്റ്, ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ, ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ജസ്റ്റ് ആ റിയാക്ഷൻ എഴുതി കൊടുത്താൽ തന്നെ 1, 2, 3, 4 മാർക്ക് കിട്ടി, ലൈഫ് സെറ്റായി. ഇത് എന്താണ് വളരെ പിടുത്തം തരുന്നൊരു ചോദ്യം. ഇത് ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അതിൻ്റെ റീസൺ പറഞ്ഞു കൊടുക്കണം. അതിന് എന്താ സ്റ്റെറിക് റീസൺ, ഇലക്ട്രോണിക് റീസൺ എന്ന് പറഞ്ഞിട്ട് 2 റീസൺ ഞാൻ +2 എല്ലാ സമയത്ത് ഞാൻ പഠിച്ചായിരുന്നു. ഇതൊരിക്കൽ ക്രിസ്മസ് എക്സാമിന് വന്നിട്ട് എന്താ പറയുക, ഞാൻ വെള്ളം കുടിച്ച് പോയ പേപ്പറായത്. അവസാനം നോക്കുമ്പോൾ എല്ലാ കൊല്ലത്തെ എന്താ പറയുക, ഓണം എക്സാമിനും ക്ലാസ് ടെസ്റ്റിനും എല്ലാത്തിലും ഫുൾ മാർക്ക് കിട്ടി. അവസാനം +2 ഈ പറയുന്ന നമ്മളെ ആ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ വന്നപ്പോൾ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ഇരുന്ന മൊത്തം പാഠങ്ങളില്ല ഒരു പേപ്പറായിരുന്നു. അതിൽ എന്താ പറയുക, വെള്ളം കുടിച്ചു പോയ പേപ്പറിൽ എനിക്ക് എന്താ പറയുക 60 മാർക്കിൽ 45 മാർക്ക് കിട്ടിയത്. ഞാനും ഞെട്ടി, എൻ്റെ കെമിസ്ട്രി ടീച്ചറും ഞെട്ടി, എൻ്റെ അമ്മയും ഞെട്ടി. എല്ലാവരും ഒരേ ഞെട്ടൽ. അമ്മാതിരി രീതിക്ക് വെള്ളം കുടിപ്പിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം വന്ന ചോദ്യം ഇത്, എക്സ്മസ് എക്സാമിലെല്ലാം വന്ന ചോദ്യം ചെയ്തല്ലോ. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആർ ലോവർ ദാൻ ആൽക്കോഹോൾ. എനിക്ക് അതിൻ്റെ റീസൺ കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ അത് നിങ്ങൾ നോട്ട് ബുക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊന്ന് എന്താണ് അതിൽ എഴുതി കൊടുക്കുക. അഡീഷൻ റിയാക്ഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് യൂസ്ഫുൾ ഫോർ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. അതിൻ്റെ റീസൺ ഇല്ലത് എഴുതി കൊടുക്കുക. ഇത് കുറച്ച് എന്താ പ്രൊഡക്റ്റ് എഴുതേണ്ട റിയാക്ഷൻ. COOH കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 നൈട്രേറ്റിംഗ് മിക്സർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓർമ്മിക്കുക, ഈ പൊസിഷനിൽ എന്ത് വരും, മെറ്റാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരും. CH3CHO ഇതാ KOH എത്തിലീൻ ഗ്ലൈക്കോൾ NH2NH2 ഹൈഡ്രസീൻ വൂൾ ഫീഷണർ റിഡക്ഷൻ. യെസ്, അപ്പോൾ എന്ത് വരും, CH3 CH2 CH3 ആയിട്ട് മാറും. ആണ് നിങ്ങളവിടെ ആലോചിക്കുക. അത് KOH കണ്ട് എത്തിലീൻ ഗ്ലൈക്കോൾ യെസ്, ഹൈഡ്രസീൻ കണ്ട് യെസ്, ദാറ്റ്സ് വൂൾ ഫീഷണർ റിഡക്ഷൻ. ആ മൈൻഡിൽ അങ്ങനെ കത്തണ റിയേജൻ്റാണ്. ഞാനിപ്പോൾ കുറേ മുൻപിലെ സ്ലൈഡ് അത്, പക്ഷേ എനിക്ക് എന്താ റിയേജൻസ് കറക്റ്റ് മൈൻഡിൽ ഓർമ്മയുണ്ട്. അതാ ഞാൻ പെട്ടെന്ന് ഹൈഡ്രസീൻ കണ്ട് എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട് KOH ഉണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വൂൾ ഫീഷണർ റിഡക്ഷൻ ആണുള്ളത്. അടുത്തത് ഇതാ നെയിംഡ് റിയാക്ഷൻ. ഞാൻ ഇതാ പറഞ്ഞത്, നെയിംഡ് റിയാക്ഷൻസ് ഒന്നും ഒരിക്കലും ഇങ്ങനെ എക്സ്പ്ലെയിൻ റോസൺമണ്ട് റിഡക്ഷൻ, എക്സ്പ്ലെയിൻ നമ്മളെ വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ, ക്ലമൻസൺ റിഡക്ഷൻ, അതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞ് ചോദിക്കൂല. ഇങ്ങനെയൊക്കെ ചോദിക്കൂ. ഇതാ ഞാൻ കണ്ടെന്ന് പറയാം, ബെൻസിനിങ്ങിനോട് ആസിഡ് ക്ലോറൈഡ്, ഹൈഡ്രജൻ, പോയിസൺ, ബേരിയം സൾഫേറ്റ്. യെസ്, ദിസ് ഇസ് റോസൺമണ്ട് റിഡക്ഷൻ. അപ്പോൾ എന്തായി മാറി, ഈ COCl എന്നുള്ളത് CHO ആയിട്ട് മാറി. അപ്പോൾ ബേസിക്കലി ഗെറ്റ് എന്താണ്, ഇവിടെ ഒരു ബെൻസിൻ റിങ് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, വരാനാവുന്നില്ല. ഇവിടെ ഒരു റൗണ്ട് ഇടാം, എന്താണ് CHO ബെൻസാൾഡിഹൈഡ് കിട്ടി. ഇങ്ങനെ മൈൻഡ് കത്തണേ. ഇത് റിയേജൻസ് കാണുന്നപ്പോഴത്തേക്കും ഇത് റോസൺമണ്ട് റിഡക്ഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും, ആൽഡിഹൈഡ് ആയിരിക്കും. അങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമിൽ എന്തെങ്കിലുമൊക്കെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ വകയിൽ എന്തെങ്കിലും ചെയ്യാനാവും. സോ ഐ തിങ്ക് ഇതിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അതിൻ്റെ ആൻസേഴ്സിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF ഏതെങ്കിലും കിട്ടുന്നതായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ചാപ്റ്റേഴ്സ് ഐ എവർ സീൻ. +2 ഞാൻ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നൊരു ചാപ്റ്റർ കൂടിയാണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. ഏതായാലും എന്നെ എന്താ അറിയേണ്ടത്, എൻ്റെ ജീവൻ തന്നെ പോയിട്ടുണ്ട് ഈ ചാപ്റ്റർ എടുത്തിട്ട്. സോ ദാറ്റ്സ് ഓക്കെ. എന്താണ്, നിങ്ങൾ ഏതായാലും ഈ ചാപ്റ്റർ മര്യാദ പഠിക്കുക. ഇതിൽ കുറേ നെയിം റിയാക്ഷൻ ഉണ്ട്, കുറേ അതല്ലാതെ വേറെയും കുറേ റിയാക്ഷൻസ് ഉണ്ട്. കുത്തിരിഞ്ഞ് പഠിച്ചാലേ ഈ പറയുന്ന ചാപ്റ്റർ ഒരു ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ +2 എന്താണ് ഗോവിന്ദി ആയിപ്പോവും. അപ്പോൾ എന്താ പറയുക, ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. സൈനിങ് ഔട്ട്. സൂര്യകിരൺ CC.